നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതൊരു അടുക്കളയിൽ ലൈറ്റ് ഇട്ടിരിക്കുന്നത്. ദേവേട്ടാ, ദേവേട്ടാ, ഒന്ന് വന്നേ. വിനയ മാഡം പറഞ്ഞതനുസരിച്ച് അത് അവരുടെ അനിയത്തിയാ. യഥാർത്ഥത്തില് അതിനെ അങ്ങനെയാണെങ്കിലോ? ചിലപ്പോ ചിലർക്ക് വളരെ പ്രശസ്തരായ ചിലരുടെ ചായയൊക്കെ ഉണ്ടാകാറില്ലേ? അങ്ങനെ ഒരു പോസിബിലിറ്റി പറഞ്ഞ് അടങ്ങിയിരിക്കാൻ പറ്റില്ല. ഞാൻ കണ്ടതല്ലേ. ആ മുഖത്തിന് വെറും ഒരു സാമ്യമല്ല, അവള് ശ്യാമയുടെ തനി പകർപ്പ. ശ്യാമ തന്നെ. അപ്പൊ പിന്നെ എന്താ മാഡത്തിന്റെ പ്ലാൻ? വിനയ മാഡത്തെ എനിക്ക് പരിചയമില്ല, പക്ഷേ പരിചയപ്പെടണം. ശ്യാമയുടെ മകൾ എങ്ങനെയാണ് അവരുടെ കൂടെ എന്ന് ചോദിച്ചറിയണം. എന്നിട്ടും ശരിക്കും അവരുടെ അനിയത്തി തന്നെ ആണെങ്കിലോ? അങ്ങനെ വരില്ല. പണ്ടത്തെ പോലെയല്ല ഇപ്പോഴത്തെ കാലത്ത്. ബന്ധങ്ങളെ ഉണ്ടാക്കുന്നതും വിളിച്ചു പറയുന്നതുമൊക്കെ സോഷ്യൽ മീഡിയയെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാ. എവിടെയെങ്കിലും വെച്ച് പരിചയപ്പെട്ടവളെ അനുജത്തി എന്ന് പറയും. ചിലരെ കാണുമ്പോ അച്ഛനെ പോലെയെന്ന് പറയും. ചില സ്ത്രീകൾക്ക് സാരി വാങ്ങിക്കൊടുത്തിട്ട് അമ്മയെ പോലെയാണെന്ന് പറഞ്ഞ് കാല് തൊട്ട് നമസ്കരിക്കും. എല്ലാം പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാ. ഇതും അതുപോലെ ഒന്നായിരിക്കും. ഇനി അഥവാ ഈ പറയുന്നതൊന്നുമല്ല, ശ്യാമയുടെ രൂപമുള്ള കുട്ടി അവളുടെ യഥാർത്ഥ അനുജത്തി ആണെങ്കിൽ പോലും അവൾ എന്നും നമ്മളെ പേടിപ്പിക്കുന്നവളായിരിക്കും. സോ ശ്യാമയുടെ മകളെ കണ്ടെത്തിയാൽ അവൾക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന ശിക്ഷ എന്താണോ അത് തന്നെ ഇവൾക്കും കൊടുത്തിരിക്കണം. മാഡം, കൊല്ലാൻ എന്നെ തീരുമാനിച്ചതാ. അവസരങ്ങളല്ലേ മാറിപ്പോയിട്ടുള്ളൂ. മരണം അവളുടെ തലയ്ക്ക് മുകളിൽ തന്നെയുണ്ട്. അത് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിച്ചിരിക്കും. എല്ലാം കഴിഞ്ഞിട്ട് എന്തിനാ എന്നെ തെരഞ്ഞു നടക്കുന്നത്? അത്രയ്ക്കിഷ്ടാണോ എന്നെ? പ്രിയങ്കയോടൊപ്പം വരുൺ ജീവിച്ചു തുടങ്ങിയില്ലേ? അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ പിന്തുടരുന്നത്, എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? ഭഗവാനെ, കൃഷ്ണ, അങ്ങനൊന്നും ചിന്തിക്കാൻ പാടില്ലല്ലോ. എല്ലാം വിട്ടുകൊടുത്തല്ലേ ഞാൻ? സൈഡിലോട്ട് വെക്കോ. ഇതാരാ ഈ നേരത്ത്? പോ. ആരാ?
അത് ചോദിച്ച കേട്ടില്ലേ? ആരാ നിങ്ങള്? അടങ്ങിയിരിക്കടി. ഇതാരും അടുക്കളയിൽ ലൈറ്റ് ഇട്ടിരിക്കുന്നത്? ദേവേട്ടാ, ദേവേട്ടാ, ഒന്ന് വന്നേ. എന്താടോ? എന്താ? എന്താ? അടുക്കള വാതിൽ തുറന്നു കിടക്കുന്നു. ഇവിടെ ആരും വന്നിട്ടുണ്ട്. ഇവിടെ ആര് വരാൻ? അടയ്ക്കാൻ മറന്നതാവും. അല്ലമ്മേ, ഞാൻ അടച്ചിട്ടതാ. രാധിക മോൾ എവിടെ? രാധികേ, മോളെ, മോളെ, മോളെ. ദേവേട്ട, മോൾ എവിടെയെങ്ങും ഇല്ല. ഇല്ലേ? അയ്യോ, മോള് ഈ വീട്ടിലെങ്ങും ഇല്ല. നോക്കാം. ഈശ്വരാ. ഓ, നാശം പിടിച്ചവളെ എവിടെയെങ്കിലും പോയി തൊലയട്ടെ. മോളെ, രാധികേ. എടാ, നീ ഇനി ആരെയാ നോക്കുന്നേ? അമ്മേ, എന്റെ രാധിക മോളെയാണ് കാണാതായത്. അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. രാവും പകലും നോക്കാതെ അഴിച്ചു വിട്ടിരിക്കല്ലേ? എങ്ങോട്ടെങ്കിലും പോയി കാണും സൽപുത്രി. അമ്മേ, ഇങ്ങനൊരു അവസ്ഥയിലെങ്കിലും അവളെ കുറ്റം പറയല്ലേ. നമ്മുടെ കുടുംബത്തിനുള്ളില സംഭവം നടന്നിരിക്കുന്നത്. അവളെ വളർത്തുന്ന കുടുംബത്തിലെ ഇതല്ല, ഇതിനപ്പുറവും സംഭവിക്കും. പണ്ട് അവളുടെ അമ്മ അങ്ങനെ ചെയ്തതിന്റെ ഫലമാണല്ലോ അവള്. അമ്മേ, സാഹചര്യം എന്താണെന്ന് നോക്കാതെ വായിൽ തോന്നിയെല്ലാം വിളിച്ചു പറഞ്ഞാലും പ്രായവും സ്ഥാനവും ഞാൻ നോക്കിയെന്ന് വരില്ല. എന്റെ മോളെയാണ് കാണാതിരിക്കുന്നത്. ഞാൻ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന എന്റെ മോളെ. ദേവേട്ട, നമുക്ക് അവളെ കണ്ടുപിടിക്കാടോ. ഭഗവാനെ, എന്റെ മോൾക്ക് ആപത്തൊന്നും വരുത്തരുത്. ചെയ്യരുത്, എന്നെ പോവാൻ അനുവദിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.